ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യം. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഈശോ ഒത്തിരി സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു കാര്യം, പിതാവിനെ ഞാൻ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തി. എങ്ങനെയാണ്? പിതാവ് എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി പൂർത്തിയാക്കിക്കൊണ്ടാണ് പിതാവിനെ ഞാൻ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയത്. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിലും എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പൂർത്തിയാക്കാനായിട്ട് പറ്റണം. ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാതെ എനിക്കൊരിക്കലും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഈ ജോലി പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ ജോലി പൂർത്തിയാക്കണമെങ്കിൽ ഒന്നാമതൊരു കാര്യം ചെയ്യണം. എന്താണ്? എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. ഓരോരുത്തരെയും ഓരോ ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി മനസ്സിലാക്കിയാൽ മാത്രമേ അത് പൂർത്തിയാക്കുവാനായിട്ട് അത് പൂർത്തിയാക്കിയാൽ മാത്രമേ ദൈവത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തി ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുക? ഒറ്റ പരിപാടിയുണ്ട്. എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിരിക്കണം. ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരും, മോനെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പരിപാടി ഇതാണ്, നീ ഇത് ചെയ്താൽ മതിയെന്ന്. പക്ഷെ പലപ്പോഴും ദൈവസന്നിധി ഇരിക്കാനായിട്ട് സമയമുണ്ടോ? ഇല്ല. ദൈവത്തോടൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി മനസ്സിലാക്കാൻ പറ്റുന്നത്? പിന്നെ എങ്ങനെയാണ് അത് പൂർത്തിയാക്കാൻ പറ്റുന്നത്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യേണ്ടത് ശാന്തമായിട്ടിരിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവനോട് ചോദിച്ച് മനസ്സിലാക്കാം. ആ ലഭിക്കുന്ന ജോലി സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈശോ പിതാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാൻ പറ്റണം, ദൈവമേ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. കാരണം നീ എന്നെ ഏൽപ്പിച്ചിരുന്നത് സന്തോഷത്തോടുകൂടി ഞാൻ നിർവഹിച്ചു എന്നത്. സ്നേഹമുള്ളവരെ, ഈ ജോലി എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമാകത്തില്ല കേട്ടോ. ഇഷ്ടംപോലെ സഹനം ഉണ്ടാവും, ഇഷ്ടംപോലെ വേദനകളുണ്ടാവും. പക്ഷേ ഈ വേദനകളെയും ഈ സഹനങ്ങളെയും സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ആ ജോലി പൂർത്തിയാക്കുമ്പോഴാണ് ദൈവം എന്നിലൂടെ മഹത്വപ്പെടുന്നത്, മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ദൈവം ഏൽപ്പിച്ച ജോലി ഏറ്റെടുക്കുവാനായിട്ട് അതിനെ പ്രതി ഉണ്ടാകുന്ന സഹനങ്ങളിൽ വീണു പോകാതെ തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കുവാനായിട്ട്, അങ്ങനെ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.